എനിക്ക് നീതി കിട്ടണം. 4 മണിക്ക് എഴുന്നേൽക്കും. ഞാൻ എഴുന്നേറ്റ് ഈ ഫോട്ടോ എടുത്ത് വെച്ചോണ്ട് ഇങ്ങനെ ഇരിപ്പ. വെളുപ്പിലെ 4 മണിക്കൊക്കെ കുഞ്ഞിന് ചായ കൊടുക്കും ഞാൻ. ആ സമയമാകുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. ഇന്നും എനിക്ക് ആരും ഒരു സമാധാനം പറയാനില്ല. എന്നിട്ട് ഇങ്ങനെ നടക്കുക. ഹായ് ഹലോ, ഇന്ന് കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ മനസ്സിന് ഭയങ്കര ഒരു വിഷമം തോന്നിയൊരു വീഡിയോ. ഇത് ഫെബ്രുവരി 9 മനോരമ ന്യൂസിൽ കണ്ടൊരു വാർത്തയാണ്. പക്ഷെ മെയിൻ സ്ട്രീം ചാനലുകളിലൊന്നും ഇത് കണ്ടില്ല. പക്ഷെ ഇത് ഈ ന്യൂസ് വായിച്ചപ്പോഴും ഈ അമ്മയുടെ വീഡിയോ കണ്ടപ്പോഴും ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസായിട്ട് തോന്നി. പക്ഷെ ഇത് വേറെ വലിയ വലിയ ചാനലുകളിലോ അല്ലെങ്കിൽ ന്യൂസായിട്ടോ ഇപ്പം എല്ലാം നല്ല രീതിയിൽ ന്യൂസുകൾ വരുമല്ലോ, അതുപോലെ ഒന്നും കണ്ടില്ല. അതെന്തുകൊണ്ടാണെന്നും അറിയില്ല. ഞാൻ ഈ ന്യൂസ് ഒന്ന് വായിക്കാം കേട്ടോ, അപ്പം മനസ്സിലാവും. കൊല്ലത്ത് സൈനികനായ മകന്റെ മരണത്തിലെ ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് അമ്മ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകി. സിക്കിം യൂണിറ്റിൽ ഉൾപ്പെട്ട മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിലെ സൈനികൻ കുണ്ട്ര മുള്ളവന സാജൻ കോട്ടേജിൽ തോംസൺ തങ്കച്ചൻ 32 വയസ്സ് മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അമ്മ ഡെയ്സി മോളുടെ പരാതി. അതായത് എന്താന്ന് വെച്ചാൽ ഈ ആള് പട്ടാളത്തിലുള്ള ആളാണ്. ഈ ന്യൂസ് ഒക്കെ കണ്ടിട്ട് മനസ്സിലായത് വൈഫ് ഹൗസിലായിരുന്നു. അവര് സ്ത്രീധനം, ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് കൊടുത്തപ്പോൾ ഇയാളെ സ്വാഭാവികമായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തതും ഈ കേസ് കൊടുത്തതൊന്നും ഇവരുടെ വീട്ടുകാർ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇത് അറിഞ്ഞപ്പോഴേക്കും പോലീസിൻ്റെ അടുത്ത് ഒരുപാട് മർദ്ദനമൊക്കെ കിട്ടി. അത്രയും അവശനായിട്ടും ഒക്കെയാണ് ഈ അമ്മ കണ്ടത്. അതിനുശേഷം ഈ അമ്മ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അപ്പോൾ നട്ടലിന് താഴെ ഒക്കെ ഒരുപാട് പരിക്കുകൾ, ആ ശരീരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്ന് പിറ്റേ ദിവസം ആള് മരിക്കുകയും ചെയ്തു. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നീർക്കെട്ടുണ്ട്, പിന്നെ എന്താ പറയുക, എല്ലിന് ക്ഷതം, നീർക്കെട്ട്, അങ്ങനെയൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. പക്ഷെ ഇത് പോലീസിന്റെ മർദ്ദനേറ്റിട്ടാ മരിച്ചതെന്ന് ഉറപ്പിച്ച് പറയേണ്ട അമ്മ ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. പക്ഷെ എന്തിനാണ് ഇനിയിപ്പോൾ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം എന്തായാലും എന്തിനാണ് ഇത്രയധികം മർദ്ദിച്ചത് എന്ന് മനസ്സിലാവണില്ല. ഈ ഒരു പ്രത്യേകിച്ച് നമ്മുടെ ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനെയാണ് ഇത്രയും മർദ്ദിച്ചത്. അവരുടെ മിലിറ്ററിയിലെ ഒരാളെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോലീസ് കേസ് എടുക്കുമ്പോൾ അത് അവരെ അറിയിക്കേണ്ട ഒരു ചുമതലയും പോലീസുകാർക്കുണ്ട്. അതുപോലെ തന്നെ വീട്ടുകാരെ അറിയിക്കേണ്ട. ഇത് ഇയാളുടെ വീട്ടുകാരോ ഇയാളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. ഇയാളുടെ ഈ ഭാര്യ വീട്ടുകാർ കേസ് കൊടുക്കണു, ഇയാൾ അറസ്റ്റ് ചെയ്യണു, പോലീസുകാർ മർദ്ദിക്കുന്നു. എല്ലാം കഴിഞ്ഞ് അത്രയും അവശനായിട്ടാണ് തിരിച്ച് അമ്മയ്ക്ക് കയ്യിൽ കിട്ടിയത്. അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്ന് അത്രയും വയ്യാണ്ടായി തിരിച്ചു വന്ന് ഇയാൾ മരിച്ചു. നഷ്ടപ്പെട്ടത് ആ അമ്മയ്ക്ക് മാത്രം. പക്ഷെ ഇതിലപ്പുറത്തേക്ക് ഒരു ചോദ്യമോ വർത്താനോ ഒന്നുമില്ല ഇവിടെ. ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ് ആ അമ്മയുടെ കേട്ടോ. കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ല ആ വീഡിയോ കണ്ടു കഴിഞ്ഞാല്. ഭാര്യ വീട്ടിലായിരുന്നു താമസം. വേണമെന്നും പറഞ്ഞ് കള്ളക്കേസ് കുരുക്കിയതാ എന്റെ കുഞ്ഞിന്. സ്ത്രീധന പീഡനത്തിന് ഇങ്ങനെ ചെയ്യുന്നു. സ്ത്രീധനം വല്ലതും വാങ്ങിയാണോ കെട്ടിയത്? അല്ല, 1 രൂപ. അവൻ അതിന്റെ ആവശ്യമില്ല. സ്നേഹിച്ച് കെട്ടിയതല്ലേ? 2 വർഷമായി രജിസ്റ്റർ മാരേജ് കഴിഞ്ഞെന്ന് പറയുന്നു. അവക്കുള്ള അവഹിത ബന്ധത്തെ പറ്റി ചോദിച്ചറിഞ്ഞ അവർക്ക് അങ്ങനെയുള്ള സ്വഭാവമുണ്ട്. അവഹിത ബന്ധം ഈ പെണ്ണിന് അതിനെ പറ്റി മൊബൈലിൽ കണ്ടുകൊണ്ട് എന്റെ മോൻ ചോദിച്ച് വഴക്കായി. 11/10/2024 ഭാര്യ വീട്ടുകാര് സ്ത്രീധന പീഡനമെന്നും പറഞ്ഞുകൊണ്ട് എന്റെ മോനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ച് കയ്യിലും കാലിലും വിലങ്ങിട്ട് എന്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് കൊലപ്പുള്ളികളെ കൊണ്ടുപോകുന്നത് പോലെ. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്ത്? അതിന്റെ പുറകിൽ അപ്പൊ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതെനിക്ക് മനസ്സിലാവണില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ലേ? സ്ത്രീധന പീഡനത്തിന് ഇത്രയൊക്കെ ഉപദ്രവിക്കുവോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എത്ര അതിന് വലിയ കുറ്റങ്ങൾ ചെയ്തവര് എത്ര പേര് സുഖമായി നടക്കണു, എത്ര പേർക്ക് ഒന്നും ഇല്ലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സ്ഥലങ്ങൾ കാണും. നമ്മൾ എത്രയോ കേസുകൾ ഉണ്ടല്ലേ, പോലീസ് ഒന്നും ചെയ്യാണ്ട് നമുക്ക് തന്നെ തോന്നുന്നു എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ എന്ന്. പക്ഷെ ഇയാൾ എന്തിനാ ഒരു സ്ത്രീധന പീഡനം എന്ന് പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത്? ആ അമ്മ വേറെ ഒന്നും പറയണ്ട കേട്ടോ. ആ പെൺകുട്ടിക്ക് എന്തോ ഒരു അവിഹിത ബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് സത്യാവസ്ഥ അറിയില്ല, ഞാൻ ഒന്നും പറയണമില്ല, സത്യാവസ്ഥ അറിയില്ല. പക്ഷെ അമ്മ അങ്ങനെയാണ് പറയണത്. ആ അമ്മ പറയണുണ്ട് അതുപോലെ ഇത്രയധികം ഒരാളെ ഉപദ്രവിക്കണമെങ്കിൽ അതിന്റെ പുറകിൽ എന്തോ ഉണ്ട്. ചിലപ്പോൾ ഇനി അന്വേഷണം വരാം. ഇവർക്ക് അതിനുള്ളൊരു കഴിവുണ്ടോയെന്നും അറിയില്ല. എന്തായാലും ഇവർക്ക് സാധിക്കുമെങ്കിൽ ചിലപ്പോൾ ഇവർ ഈ അന്വേഷണത്തിന്റെ പുറകെ പോയില്ലെങ്കിൽ ഈ കേസും അങ്ങനെ അങ്ങോട്ട് പോയി തീരും. അത്രേ ഉണ്ടാവുള്ളൂ. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് സെല്ലിനിട്ട് കൂട്ടി ശരിക്കും ഉപദ്രവിച്ചു. കയ്യിലും കാലിലും വിലങ്ങിട്ടിട്ട് മേലോട്ട് കെട്ടിയിട്ടെന്നാ എന്റെ മോൻ പറയുന്നത്. എന്നിട്ട്
ഈ എന്തോ കട്ടിയുള്ള ഒരു സാധനം ടവല് പൊതിഞ്ഞിട്ട് ഈ കരളിനും ഈ നെഞ്ചത്തും ഇവിടെ ഈ ഏഴിനെല്ലാം വെച്ച് ഇടിച്ചു കൊടുത്തെന്റെ കുഞ്ഞിന്. ഇതൊക്കെ ആരോ അമ്മ എടുത്ത് പറഞ്ഞു? എന്റെ മോൻ പറഞ്ഞതാ. ഇതൊക്കെ പുറത്ത് വന്നപ്പോൾ മകൻ തന്നെ ആ അമ്മയോട് പറയണതാ. അപ്പൊ ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്നർത്ഥം. എന്തായാലും ഭയങ്കര കഷ്ടമായി പോയി. ഇതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇതുപോലെ കുറേ പേര് പറഞ്ഞിട്ടും അറിഞ്ഞിട്ടും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അന്വേഷണം വരികയാണെങ്കിൽ വന്നേക്കാം. എന്തതിൻ്റെ പുറകിലെന്നും അറിയില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്ത് വരട്ടെ, എന്നിട്ട് ആ അമ്മയ്ക്കൊരു നീതി കിട്ടട്ടെ, ആ ആത്മാവിനൊരു ശാന്തി കിട്ടട്ടെ. ഇത് മെയിൻ സ്ട്രീം ചാനലുകളിൽ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതൊരു യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടിയതാണ്. ആ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ വെക്കാട്ടോ. എന്നിട്ട് നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കൂ. അറിയില്ല ഇതിപ്പോൾ ഇനി കുറച്ചുകൂടി ഇങ്ങനെ എല്ലാവരും അറിഞ്ഞും പറഞ്ഞും ഇനി കൂടുതൽ ആൾക്കാർ ഇത് അന്വേഷണത്തിന് വരുമോ, ഇതിൻ്റെ പുറകെ പോവോ എന്നറിയില്ല. എന്തായാലും ഭയങ്കര കഷ്ടമാണ് കാര്യം.